മന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധിച്ച KSU നേതാവിന്റെ വീടിന് നേരെ ബോംബേറ്. KSU കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ബിദുൽ ബാലന്റെ വടകരയിലെ വീടിന് നേരെയാണ് ബോംബേറുണ്ടായത്. വിവാദ ചിത്രം ദി കേരള സ്റ്റോറി 2-ന് പ്രദർശനാനുമതി. ചിത്രത്തിന്റെ റിലീസ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. സംസ്ഥാനത്ത് പ്രീമിയം ഷോപ്പുകളിൽ സ്വകാര്യ മദ്യ കമ്പനികൾക്ക് മദ്യത്തിന്റെ പരസ്യം നൽകി വിൽപ്പനയ്ക്കുള്ള പ്രത്യേക കൗണ്ടർ സൗകര്യം അനുവദിക്കാനൊരുങ്ങി ബിവറേജ് കോർപ്പറേഷൻ. കൗണ്ടറിന് നാമമാത്രമായ വാടക ഈടാക്കുന്നതിനെതിരെ ജീവനക്കാർക്കിടയിൽ എതിർപ്പ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധിച്ച KSU നേതാവിന്റെ വീടിന് നേരെ ബോംബേറ്. KSU കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ബിദുൽ ബാലന്റെ വടകരയിലെ വീടിന് നേരെയാണ് ബോംബേറുണ്ടായത്. സംഭവത്തിൽ വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ KSU പ്രവർത്തകരിൽ ബിദുൽ ബാലൻ ഉണ്ടായിരുന്നു. തലശ്ശേരി ബ്രണ്ണൻ കോളേജ് വിദ്യാർത്ഥിയായ ബിദുൽ ഈ കേസിൽ റിമാൻഡിലാണ്. അതിനിടെയാണ് വടകര തോടന്നൂരിലെ ബിദുലിന്റെ വീടിന് നേരെ ഇന്ന് പുലർച്ചെ അക്രമമുണ്ടായത്. മുഖം മറച്ച് ഗേറ്റിന് മുന്നിലെത്തിയ രണ്ടുപേർ കൈവശമുണ്ടായിരുന്ന ബോംബ് വീടിന് നേരെ എറിയുകയായിരുന്നു. ബിദുലിന്റെ മാതാപിതാക്കൾ മാത്രമുണ്ടായിരുന്ന വീടിന് നേരെയാണ് അക്രമം നടന്നത്. അക്രമത്തിന് പിന്നിൽ CPIM ആണെന്നാണ് KSUവിന്റെ ആരോപണം. അക്രമത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ പൂർണ്ണമായും തകർന്നു. വീടിന്റെ മുൻഭാഗങ്ങളിലും കേടുപാടുകളുണ്ടായി. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവാദ ചിത്രം ദി കേരള സ്റ്റോറി 2-ന് പ്രദർശനാനുമതി. ചിത്രത്തിന്റെ റിലീസ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ജസ്റ്റിസ് സുഷിത് ധർമാധികാരി, PV ബാലകൃഷ്ണൻ എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. സിനിമ പ്രഥമ ദൃഷ്ട്യാ മതസൗഹാർദ്ദത്തിന് ഭീഷണിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ചിത്രത്തിന്റെ റിലീസ് 15 ദിവസത്തേക്ക് തടഞ്ഞത്. കേരള സ്റ്റോറി 2 റിലീസ് തടഞ്ഞ സംഭവത്തെ തുടർന്ന് നിർമ്മാതാക്കൾ അടിയന്തര നീക്കം നടത്തുകയായിരുന്നു. തുടർന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകുകയായിരുന്നു. ചിത്രത്തിന്റെ ടീസർ ഇറങ്ങി 16 ദിവസം കഴിഞ്ഞാണ് ഹർജികൾ ഫയൽ ചെയ്തതെന്ന് നിർമ്മാതാവ് കോടതിയിൽ വാദിച്ചു. കേരള സ്റ്റോറി 1-ാം ഭാഗം ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ചിത്രമാണെന്നും CBFC സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയ സിനിമയാണെന്നുമാണ് നിർമ്മാതാക്കളുടെ വാദം. ചില സാമൂഹ്യ വിപത്തുകളെക്കുറിച്ചാണ് സിനിമ സംസാരിക്കുന്നത്. കഥ സംവിധായകന്റേതാണ്, കേരളത്തെ അപമാനിക്കുന്നില്ല. സാമൂഹ്യ വിപത്തുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾക്കെതിരെ സംസാരിക്കുന്ന സിനിമയാണ് ഇത്. ഒരു മതം പൂർണ്ണമായി അല്ല, അതിൽ ഒരു വിഭാഗം ആളുകളാണ് ഈ സാമൂഹ്യ വിപത്തിന് പിന്നിലുള്ളത്. അവരെക്കുറിച്ചാണ് സിനിമ പറയുന്നതെന്നും നിർമ്മാതാക്കൾ കോടതിയിൽ പറഞ്ഞു. സാമുദായിക സൗഹാർദ്ദത്തെ സിനിമ തകർക്കുന്നില്ലെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം സുപ്രീം കോടതിയും ഭരണഘടനയും ഉറപ്പു നൽകുന്നതാണെന്നുമാണ് ഹർജി പരിഗണിക്കവെയുള്ള നിർമ്മാതാക്കളുടെ വാദം. ചിത്രം റിലീസ് ചെയ്തില്ലെങ്കിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്നും പറഞ്ഞു. സിനിമ പ്രഥമ ദൃഷ്ട്യാ മതസൗഹാർദ്ദത്തിന് ഭീഷണിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ചിത്രത്തിന്റെ റിലീസ് 15 ദിവസത്തേക്ക് തടഞ്ഞത്. സാമുദായിക ഐക്യത്തിന് പേരുകേട്ട കേരളത്തെ ആഗോളതലത്തിൽ മതഭ്രാന്തിന്റെയും വർഗീയതയുടെയും നാടായി ചിത്രീകരിക്കാൻ സിനിമ കാരണമാകുമെന്നും ഈ ഘടകങ്ങളൊന്നും സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകുമ്പോൾ സെൻസർ ബോർഡ് പരിഗണിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ദി കേരള സ്റ്റോറി 2-ന്റെ റിലീസ് തടഞ്ഞത്. മീഡിയ ടൈം, കൊച്ചി. സംസ്ഥാനത്ത് പ്രീമിയം ഷോപ്പുകളിൽ സ്വകാര്യ മദ്യ കമ്പനികൾക്ക് മദ്യത്തിന്റെ പരസ്യം നൽകി വിൽപ്പനയ്ക്കുള്ള പ്രത്യേക കൗണ്ടർ സൗകര്യം അനുവദിക്കാനൊരുങ്ങി ബിവറേജസ് കോർപ്പറേഷൻ. ബ്രാൻഡ് ഒന്നിന് 5000 രൂപ വീതം വാങ്ങി 3 വർഷത്തേക്കാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൗണ്ടർ നൽകാൻ താൽപര്യപത്രം ക്ഷണിച്ചത്. കൗണ്ടറിന് നാമമാത്രമായ വാടക ഈടാക്കുന്നതിനെതിരെ ജീവനക്കാർക്കിടയിൽ എതിർപ്പുണ്ട്. പ്രീമിയം ഷോപ്പുകളിൽ സ്വകാര്യ മദ്യ കമ്പനികൾക്ക് മദ്യത്തിന്റെ പരസ്യം നൽകി വിൽപ്പനയ്ക്കുള്ള പ്രത്യേക കൗണ്ടർ സൗകര്യം അനുവദിക്കാനൊരുങ്ങി ബിവറേജ് കോർപ്പറേഷൻ. സ്ഥലം അനുവദിക്കുന്നതിലൂടെ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ സ്വകാര്യ കമ്പനികൾക്ക് അവരുടെ ബ്രാൻഡ് മദ്യം വിൽക്കാൻ കഴിയും. തുടക്കത്തിൽ കൊല്ലം, കുണ്ടറ,
തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റ് എന്നിവിടങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൗണ്ടറിന് നാമമാത്രമായ വാടക ഈടാക്കുന്നതിനെതിരെ ജീവനക്കാർക്കിടയിൽ എതിർപ്പുണ്ട്. മദ്യഷോപ്പുകളിലെ നവീകരണ പ്രവർത്തനങ്ങളിലെ തുടർച്ചയാണ് പ്രൊജക്ട് ബോട്ടിൽ ക്ലബ്ബ് എന്ന പേരിൽ പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നതെന്ന് ബെവ്കോ MDയുടെ സർക്കുലറിൽ പറയുന്നു. ഷോപ്പുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും നവീകരിക്കുന്നതും പദ്ധതിയുടെ ഭാഗമാണ്. ഷോപ്പിലെ ഓരോ വരിയും റം, ബ്രാൻഡി, വോഡ്ക, വൈൻ എന്നിങ്ങനെ പ്രത്യേക വിഭാഗത്തിലുള്ള മദ്യങ്ങൾക്കായി മാറ്റിവെക്കും. മീഡിയ ടൈം, കൊച്ചി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മേലൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായ വികസന സെമിനാർ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോളി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹൈമാവതി ശിവൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS ബിജു, ക്ഷേമകാര്യ ചെയർമാൻ ഷിജി വികാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AD സജി, ബ്ലോക്ക് മെമ്പർമാരായ സൗമ്യ ഷിബു, MR രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷീന ബില്ലു, സതി രാജീവ്, ഷീജ പോളി, റിൻസി രാജേഷ്, രമ്യ വിജിത്ത്, സിന്ധു ഉണ്ണികൃഷ്ണൻ, ഗോപിക ഗോപാലകൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി CN അനൂപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിന്റെ സുവർണ ജൂബിലി സമാപനം മാർച്ച് 2-ന് ജില്ലാ കളക്ടർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KS ഷാജു അധ്യക്ഷനാകും. ഡോക്ടർ സജിത മഠത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. സ്മരണിക പ്രകാശനം ഡോക്ടർ വത്സൻ വാതുശ്ശേരി നിർവഹിക്കും. ചാലക്കുടി ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി മേഖലാ സമ്മേളനം മാർച്ച് 1-ന് രാവിലെ 10 മണിക്ക് കൊരട്ടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തും. ബെന്നി ബെഹ്നാൻ MP ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചവളക്കാരൻ സമുദായ അംഗങ്ങളെ സമ്മേളനത്തിൽ ആദരിക്കും. സംസ്ഥാന പ്രസിഡന്റ് PK അശോകൻ അധ്യക്ഷനാകും. വിനീഷ് സുകുമാരൻ, ബാബു കോട്ടമറ്റം, KR സജീവ്, സനൂപ് രാഘവൻ, സരള സുരേഷ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂരിൽ വെച്ച് നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ചന്തപുരയിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി വടക്കേനടയിൽ സമാപിച്ചു. തുടർന്ന് സിവിൽ സ്റ്റേഷന് മുൻപിൽ നടത്തിയ പൊതുയോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PH നിയാസ് ഉദ്ഘാടനം ചെയ്തു. CK ഹാരിസ്, CE സുജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മുസരീസ് പൈതൃക പദ്ധതി പ്രദേശത്തേക്ക് കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നടത്തുന്ന പഠനയാത്രയുടെ പാസ്പോർട്ട് വിതരണവും ഓറിയന്റേഷൻ ക്ലാസും നടന്നു. കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ പാസ്പോർട്ട് വിതരണം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നസ്രിയ ഓറിയന്റേഷൻ ക്ലാസ് നയിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, ഇബ്രാഹിം സബിൻ, AR പ്രീതി, S നിലീന തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധിച്ച KSU നേതാവിന്റെ വീടിന് നേരെ ബോംബേറ്. KSU കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ബിദുൽ ബാലന്റെ വടകരയിലെ വീടിന് നേരെയാണ് ബോംബേറുണ്ടായത്. വിവാദ ചിത്രം ദി കേരള സ്റ്റോറി 2-ന് പ്രദർശനാനുമതി. ചിത്രത്തിന്റെ റിലീസ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. സംസ്ഥാനത്ത് പ്രീമിയം ഷോപ്പുകളിൽ സ്വകാര്യ മദ്യ കമ്പനികൾക്ക് മദ്യത്തിന്റെ പരസ്യം നൽകി വിൽപ്പനയ്ക്കുള്ള പ്രത്യേക കൗണ്ടർ സൗകര്യം അനുവദിക്കാനൊരുങ്ങി ബിവറേജ് കോർപ്പറേഷൻ. കൗണ്ടറിന് നാമമാത്രമായ വാടക ഈടാക്കുന്നതിനെതിരെ ജീവനക്കാർക്കിടയിൽ എതിർപ്പ്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.